നിലവിൽ പരസ്യങ്ങൾ, സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ, റിക്രൂട്ട്മെന്റ് ആപ്പുകൾ എന്നിവയിൽ ജീവനക്കാരുടെ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ ഉപയോഗിക്കുന്നത് വ്യാപകമായിരിക്കുകയാണ്. ഇത്തരം ഭൂരിഭാഗം പരസ്യങ്ങളിലും ജീവനക്കാരുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ചിത്രങ്ങളും പരസ്യങ്ങളും ഉപയോഗിക്കുന്നത്. തെറ്റായ വാഗ്ദാനങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന ആശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരസ്യങ്ങളും നിലവിൽ വ്യാപകമായിരിക്കുകയാണ്. ഇത്തരം നിയമലംഘനങ്ങൾ വർദ്ധിച്ചതോടുകൂടിയാണ് മേഖലയിലെ നിയന്ത്രണം ശക്തമാക്കിയത്. നിലവിൽ പരസ്യങ്ങൾ, സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ, റിക്രൂട്ട്മെന്റ് ആപ്പുകൾ എന്നിവയിൽ ജീവനക്കാരുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഭൂരിഭാഗം ചിത്രങ്ങളും തൊഴിലാളിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഉപയോഗം. പരസ്യങ്ങളിൽ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകുക, തെറ്റിദ്ധരിപ്പിക്കുന്ന ആശയങ്ങൾ ചേർക്കുക തുടങ്ങിയ കൃത്യങ്ങളും പെരുകുകയാണ്. ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മേഖലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പുതിയ ചട്ടങ്ങൾ. അവ ഇപ്രകാരമാണ്. അനുമതിയില്ലാതെ തൊഴിലാളികളുടെ ഫോട്ടോ, വീഡിയോ തുടങ്ങിയവ പരസ്യങ്ങളിൽ ഉപയോഗിക്കരുത്. ഇത്തരം കാരിക്കേച്ചർ പരസ്യങ്ങളും അനുവദിക്കില്ല. മനുഷ്യാവകാശ ലംഘനം ഒഴിവാക്കുക, തൊഴിലാളിയുടെ അഭിമാനം സംരക്ഷിക്കുക തുടങ്ങിയവയുടെ ഭാഗമാണിത്. സേവനമാറ്റത്തിനായി തൊഴിലാളി സാമ്പത്തിക ചുമതല ഏറ്റെടുക്കണമെന്ന തരത്തിലുള്ള വാചകങ്ങൾ പരസ്യത്തിൽ അനുവദിക്കില്ലെന്നും പുതിയ ചട്ടത്തിൽ പറയുന്നുണ്ട്. ഉപഭോക്താവിനെ വഞ്ചിക്കാൻ സാധ്യതയുള്ള വ്യാജ വാഗ്ദാനങ്ങൾ, അവ്യക്തവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വാചകങ്ങൾ എന്നിവയും പരസ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. മറ്റു ഭാഷകൾ ഉപയോഗിച്ചുള്ള പരസ്യങ്ങളിൽ അറബിക് വിവർത്തനം ഉൾപ്പെടുത്തണം. ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് പരസ്യത്തിന്റെ ഉള്ളടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഇതിലൂടെ എളുപ്പത്തിൽ സാധ്യമാകും. സ്വദേശികൾക്കടക്കം പരസ്യത്തിന്റെ ഉള്ളടക്കം ഇതിലൂടെ മനസ്സിലാക്കാം. പരസ്യങ്ങളിൽ കമ്പനിയുടെ പേര്, ലോഗോ, ട്രേഡ് മാർക്ക്, രജിസ്ട്രേഷൻ നമ്പർ തുടങ്ങിയവ വ്യക്തമാക്കണം. സർക്കാർ മന്ത്രാലയങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ പേര്, ലോഗോ, ഔദ്യോഗിക മുദ്രകൾ എന്നിവ ഉപയോഗിക്കരുത്. സർക്കാർ ആപ്പുകളുടെ ലോഗോ, സ്ലോഗൻസ് എന്നിവയും ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടും. ജാതി, മതം, ശമ്പളം, രാജ്യം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനപരമായ പരസ്യങ്ങൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നടപടിയായിരിക്കും സ്വീകരിക്കുക. ലൈസൻസ് നേടിയ മറ്റു സ്ഥാപനങ്ങളുടെ സേവനങ്ങളെ പ്രതികൂലമായി ചിത്രീകരിക്കുന്ന വാക്കുകളോ ആശയങ്ങളോ ഒഴിവാക്കണം. നേരിട്ടോ അല്ലാതെയോ മറ്റു സ്ഥാപനങ്ങൾക്ക് കളങ്കം വരുന്ന വാക്കുകൾ, ചിത്രങ്ങൾ, ആശയങ്ങൾ എന്നിവ ഉപയോഗിക്കരുത്. ഉപഭോക്താക്കളെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക, തെറ്റായ പരസ്യങ്ങൾ നിയന്ത്രിക്കുക, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ഒഴിവാക്കുക, തൊഴിലാളികളുടെ സ്വകാര്യത സംരക്ഷിക്കുക, നിയമാനുസൃത പ്ലാറ്റ്ഫോമുകൾ വഴി സേവന ഇടപാടുകൾ ഉറപ്പാക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് പുതിയ നീക്കം. പൊതു സ്വകാര്യ ഏജൻസികൾക്കും സ്ഥാപനങ്ങൾക്കും പുതിയ ചട്ടങ്ങൾ ബാധകമാകും.